ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ആറാമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് സി സദാനന്ദൻ മാസ്റ്റർ MP ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയം സംഘടന എന്ന് പറഞ്ഞാൽ സമ്യക്കായിട്ടുള്ള ഘടന എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഈ ഇരിക്കുന്ന എല്ലാവരും കേരളത്തിൽ ഏറെ സ്വാധീനം നേടിയ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ കാര്യകർത്താക്കളായി പ്രവർത്തിച്ച ആളുകളോ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആളുകളോ ഒക്കെ ആയതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ സംഘടനയുടെ പേര് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം എന്നതാണ്. ഈ പേരിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദർശനം എന്താണ് എന്നടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പദ്ധതി എന്താണ് എന്നത് വിശദമാക്കിയിട്ടുണ്ട്. നമ്മുടെ മാർഗം എന്ത് എന്നതിനെ കുറിച്ചും വിശദീകരിക്കുന്നു. പൊതുവെ പറയാം, സംഘടനയുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന 3 കാര്യങ്ങളുണ്ട് എന്നാണ്. മന്ത്രം, തന്ത്രം, യന്ത്രം. സംഘടനാ മന്ത്രം, സംഘടനാ യന്ത്രം, സംഘടനാ തന്ത്രം. ഇത് 3 ചേരുന്ന അളവിൽ സമ്യക്കായി ഘടിപ്പിക്കപ്പെടുമ്പോൾ, വേണ്ടുന്നതുപോലെ വേണ്ട തരത്തിൽ വേണ്ടിടങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് വിജയിക്കും. സംഘടനയുടെ വിജയം നിർണ്ണയിക്കുന്ന 3 ഘടകങ്ങൾ. ആ 3 ഘടകങ്ങളെയും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന അർത്ഥസമ്പുഷ്ടമായ ഒരു പേരാണ് നമ്മുടെ സംഘടനയുടെ പേര്, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം. സംഘടനാ മന്ത്രം അല്ലെങ്കിൽ നമ്മുടെ ദർശനം എന്ന് പറയുന്നത് ഭാരതീയം. നമ്മുടെ സംഘടനയുടെ പേരിൽ ഭാരതീയമുണ്ട്. നമ്മുടെ ദർശനം അതാണ് ഭാരതീയമായ ദർശനം. നമ്മുടെ സംഘടനയുടെ പേരിൽ സംഘമുണ്ട്. അത് നമ്മുടെ തന്ത്രമാണ്. എങ്ങനെയാണ് നമ്മുടെ സംഘടനയെ വിജയിപ്പിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുന്ന ഒരു പദമാണ് സംഘം എന്നുള്ളത്. വിശാലമായ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പിന്നെ യന്ത്രം എന്ന് പറയുന്നത് എന്താണ്? ചലനാത്മകമായി ഈ പ്രസ്ഥാനത്തെ സക്രിയമാക്കാൻ കഴിയുന്ന, സജീവമാക്കാൻ കഴിയുന്ന പ്രതിഭാസം വ്യാപാരികളും വ്യവസായികളുമായ കാര്യകർത്താക്കൾ. അപ്പൊ ഒരു സംഘടനയുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന 3 ഘടകങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സംഘടനയുടെ നാമം, അത് വേണ്ടും വണ്ണം ഉൾക്കൊള്ളുമ്പോൾ, വേണ്ടും വണ്ണം മനസ്സിലാക്കി ഉൾക്കൊള്ളുമ്പോൾ, അത് നമ്മുടെ പ്രവർത്തന പദത്തിൽ ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ സംഘടനയുടെ വിജയം പൂർണ്ണമായി എന്ന് പറയാൻ കഴിയും. നോക്കൂ, 6 വർഷമാണ് നമ്മുടെ സംഘടനയുടെ പ്രായം. 6ാം സംസ്ഥാന സമ്മേളനമായതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ധരിക്കുന്നത്? ഒരു നിർണായകമായ സാഹചര്യം സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അതിനെ മറികടക്കാൻ എന്താണ് വേണ്ടത്?